ഹായ്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ മേക്കപ്പിലാണ് കേട്ടോ. മേക്കപ്പ് വെച്ചാൽ ഒന്നുമില്ല, ഒരു സിന്ദൂരം തൊടും, പിന്നെ ഒരു പൊട്ട് തൊടും, ഒരു ചന്ദനം തൊടും കേട്ടോ. പിന്നെ ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് ഒരു മുക്കുറ്റി ചന്ദനം കൂടെ എക്സ്ട്രാ ആയിട്ട് തൊടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉമ്മർത്ത് ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ അടുത്താണ് ചന്ദനം വെക്കൽ. അപ്പോൾ ഉമ്മർത്ത് വന്നിട്ട് ചന്ദനമൊക്കെ തൊട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ മുക്കുറ്റി പറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല വെയിൽ, എന്തൊരു വെയിലാണെന്നറിയോ. ഇത്രയും ദിവസം നമുക്ക് മഴ ഉണ്ടായിരുന്നു തന്നെ തോന്നില്ല കേട്ടോ, അത്രയും വെയിലാണ്. അപ്പോൾ ഈ വെയിൽ എത്ര നേരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വെയിൽ മങ്ങും. അപ്പോൾ മുക്കുറ്റി തിരഞ്ഞു നോക്കിയിട്ട് ഒരു ചെറിയൊരു മുക്കുറ്റി കിട്ടിയിട്ടോ. മുക്കുറ്റി ഇപ്പോൾ ഡെയിലി ഞാനും കുട്ടികളും പറിക്കണതുകൊണ്ട് മുക്കുറ്റിയൊക്കെ മുറ്റത്ത് കുറച്ച് കഴിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഓണാകുമ്പോഴത്തേക്കും ഉണ്ടാവുമായിരിക്കും. എന്താ വെച്ചാൽ ഓണത്തിൻ്റെ സമയത്തൊക്കെ മുറ്റത്ത് നിറച്ചുണ്ടാവലുണ്ട്. ഓണത്തിന് മുക്കുറ്റിയും തുമ്പിയും കൂടെ ആദ്യം വെച്ചിട്ടാണല്ലോ നമ്മൾ പൂവൊക്കെ ഇടൽ. അപ്പോൾ എല്ലാ കൊല്ലം ഉണ്ടാവലുണ്ട്, ഇക്കൊല്ലം എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ മുക്കുറ്റി ചന്ദനമൊക്കെ തൊട്ടു. അപ്പോൾ തുണിയൊക്കെ ഞാൻ മുറ്റത്ത് തന്നെ തോരാട്ടുണ്ട്, നല്ല വെയിലുള്ളതുകൊണ്ട്. പിന്നെ വന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. ചപ്പാത്തിയും കടലയായിരുന്നു, അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ പോകുമ്പോഴത്തേക്കും വേഗം ഒരു കൂട്ടാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് കഷ്ണങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളുണ്ട്, വഴുതിനങ്ങി വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊരു സാമ്പാർ. അപ്പോൾ പരിപ്പ് നോക്കിയപ്പോൾ പരിപ്പ് കഴിഞ്ഞു. പിന്നെ തേങ്ങയൊന്നും അരച്ചില്ല, വെറുതെ ഒരു മസാലക്കറി പോലെ ആണ്. സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറി പോലെ ഉണ്ടാക്കാച്ചു. പിന്നെ നാടൻ കോഴിമുട്ട ഇരിക്കുന്നുണ്ട്, അതൊന്ന് വറുക്കാം. പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മുട്ട വറുക്കാനായിട്ട് ഇതാ സവാള കരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ 2 പഴുത്ത മുളക് അത് ഉണക്കി പൊടിക്കാമെന്ന് വെച്ചിട്ട് ഉണക്കാട്ടതേന്നു. അത് 2 എടുത്തിട്ട് അതും കൂടെ മുറിച്ച് അയൽക്കിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഒക്കെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണെങ്കിൽ കഴിഞ്ഞു, അതിന് പൊടിക്കണം. ചിക്കൻ മസാല പിന്നെ ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മുട്ടയൊക്കെ ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പല രീതിക്കും മുട്ട വറക്കലുണ്ട്. അതായത് സവാളയും തക്കാളിയും കൂടെ വാട്ടിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വറക്കലുണ്ട്. ഇല്ലെങ്കിൽ സവാളയും മാത്രം വാട്ടിയിട്ട് അങ്ങനെയും മുട്ട വറക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആ മുട്ടയുടെ കൂട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ വെന്തു. അതിലേക്ക് ഞാൻ കടുക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളം കുറവായിരുന്നു. പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ ഈ 2 കറികളല്ലേ ഉണ്ടാക്കുള്ളൂ, പിന്നെ എന്തിനാ ഒരുപാട് പാത്രം വലിച്ചെറിഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുത്തിട്ടുണ്ട്. ആ പാത്രം തന്നെ ഞാൻ വെച്ചിട്ട് അതിലേക്ക് മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ. ഒരു ഒന്നുമില്ലാത്ത, അതായത് പരിപ്പില്ല തേങ്ങ ഇല്ലാത്തൊരു സാമ്പാറും, പിന്നെ ഒരു മുട്ട വറുത്തതും, ഒരു പപ്പടം കാച്ചിയതും, പിന്നെ അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഏട്ടാൻ കഴിച്ചോളും.